ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടിന് പോവാണ്. സോ അപ്പോൾ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഇവിടുന്ന് ഞാനും സനിക്കും കൂടെ പോകുന്നത്. രാഹുലാണെങ്കിൽ കാർ എടുത്തിട്ട് വരും. സോ നമ്മൾ ജസ്റ്റ് പിക്ക് ചെയ്തിട്ട് നമ്മൾ സ്ഥലത്തേക്ക് പോകും. നമ്മൾ ഷൂട്ടിൻ്റെ സ്ഥലത്തേക്ക് പോകും. നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് മിനി ഗോവയിൽ വെച്ചിട്ടാണ്. ഇത് സമയം ഇപ്പോൾ 6:15 അപ്പം നമ്മളിനി ഒരു 15 മിനിറ്റ് കൊണ്ട് വരുമായിരിക്കും എന്ന് വിചാരിക്കാം. കൊയിലേൻ്റെ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് നോക്കാം. പിന്നെ ഞാൻ മേക്കപ്പ് വീഡിയോൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഞാനത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളത് കണ്ടു നോക്കുക. അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ കാണാം. സോ 2 ഔട്ട്ഫിറ്റ് ഉണ്ട്, മോഡേൺ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ട്രഡീഷണലാണ്. അപ്പോൾ ട്രഡീഷണലാണ് ഈ കാണുന്നത്. യെസ്, നമ്മുടെ പാവാടയും ഇതും ആണ്. പിന്നെ ഇനി കുറച്ച് മോഡേൺ നല്ല ഒരു നമ്മൾ വേറൊരു കുട്ടി ഫ്രോക്ക് പോലത്തെ ഒരു ഐറ്റം കൂടെ യൂസ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ അത് രണ്ട് രീതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്യാണ്. അപ്പം മിനി ഗോവ വെച്ചിട്ടാണ് രണ്ടും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. അവിടെ എത്തിയിട്ടല്ല, ആൾ വന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആൾ വന്നിട്ടുണ്ട്. സോ ഫ്രണ്ടുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്നപാടെ തന്നെ നമ്മൾ 2 ബോട്ടിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ എടുക്കാൻ വിചാരിച്ചു. കുറച്ച് ഫുഡല്ല, അങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും നമുക്ക് വിശക്കുന്നതുകൊണ്ട് കഴിക്കാമെന്ന് വെച്ചു. കാരണം നമ്മൾ രണ്ടുപേരും നമ്മളാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം കഴിക്കാനുള്ള സമയം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് എഗ്ഗിൻ്റെ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ പോവാണ്. നമ്മൾ 4 പേരും കൂടിയാണ് പോകുന്നത്. അതായത് അവനും അവൻ്റെ ഫ്രണ്ടും പിന്നെ ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നേരത്തെ പറഞ്ഞല്ലോ മിനി ഗോവയിലേക്കാണ് പോകുന്നത്. അവിടെ ആകുമ്പം നമുക്ക് 2 ഔട്ട്ഫിറ്റും ചെയ്യാൻ പറ്റും. അതായത് ട്രഡീഷണൽ ആണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള രീതിയിലും. അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മളിനും പോവാണ്. പിന്നെ ഞാനിപ്പോൾ ഇത് കല്യാണം കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം സൗണ്ട് ഇപ്പോഴും റെഡി ആയിട്ടില്ല. സോ നമ്മളിനി ഫസ്റ്റ് തന്നെ നമ്മൾ ഇനി പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ വീഡിയോസാണ് കൂടുതലായിട്ട് എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോഗ്രാഫേഴ്സും അതുപോലെ തന്നെ ഇവരൊക്കെ അങ്ങനെ ലൊക്കേഷനൊക്കെ നോക്കുകയാണ് എന്തൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതാണ് വീഡിയോഗ്രാഫർ. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മളിത് ഇങ്ങോട്ടേക്ക് മാറി. ഇവിടെ ആണെങ്കിൽ നല്ല സ്ഥലം കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് പുഴ പോലെയൊക്കെ ഉണ്ട്. സോ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫസ്റ്റ് തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇതുപോലെ ഇങ്ങനെ ഓടിപ്പോകുന്നതും അങ്ങനെ കുറച്ച് അവർ വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മളതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏട്ടനെ ചിരിക്കാൻ ഇത്ര ഒരു കുഴപ്പമോ? അല്ല, ഏട്ടനാണ് ഗൗരവോ? ഏട്ടൻ പിടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഫേസിലേക്ക് ഞാൻ ചെറിയ മൂവിങ് ഇതില്ലേ, അത് വേണ്ട. നിങ്ങൾ തയ്യാറായി നിൽക്കുക. അവിടെ എത്തുമ്പോഴേക്കും അടുപ്പിച്ചിട്ട് കണ്ണ് നെറ്റ് പൊട്ടിച്ച് എന്നിട്ട് ആ ചിരിച്ചു നോക്കി കുറിച്ച് ഗ്യാപ്പിട്ടോട് ഒരുമിച്ചൊന്നും ഓടി വരും. ഒരേ നിന്നിട്ട് കറക്റ്റാണ്. ഇതാ അങ്ങനെ സോ നമ്മൾ ഏതാണ്ട് നമ്മൾ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ ഷൂട്ടൊക്കെ കഴിയാനായിട്ടുണ്ട്. സോ നമ്മളിനി 2-3 കുറച്ച് ഏരിയയിലും കൂടെ നമ്മൾ ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മളിനി വീട്ടിലേക്ക് പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം അടുത്ത ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ വേഗം നോക്കണം. ആ സമയമാകുമ്പോഴേക്കും നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിനിടയിൽ ഇവിടെ ഒരു ബോട്ട് കണ്ടിട്ട് നമ്മളതിൽ ജസ്റ്റ് കയറി. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോട്ടോസൊക്കെ ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഫോട്ടോസൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ കുറച്ചെടുത്തു. പിന്നെ ഇതാണ് ലാസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ വീട്ടിൽ പോയിട്ട് വേണം ബാക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ വരും. സോ നെക്സ്റ്റ് നമ്മൾ ഡ്രസ്സ് വന്നിട്ട് നമ്മളിനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളൊരു മോഡേൺ, ഭയങ്കര മോഡേൺ ഒന്നുമല്ല,
സിമ്പിളായിട്ടുള്ളൊരു ഒരു ഔട്ട്ഫിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷെയ്ഡാണ്, കുറച്ചൊരു പിങ്ക് പീച്ച് പോലത്തെ ഒരു ഷെയ്ഡ്. അപ്പം ഇവന് ഈ ഒരു ലുക്കും, പിന്നെ ഞാനാണെങ്കിൽ ഒരു എന്താ മുട്ട് വരെയുള്ള ടൈപ്പ് ഓഫ് ഒരു ഫ്രോക്ക് ടൈപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ നമ്മളിവിടെ സ്ഥലത്തേക്കും തിരിച്ച് വന്നിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ വെള്ളം കുടിക്കുക ഇതാണ് അവസ്ഥ. സോ നമ്മൾ എന്താ കുറേ ബോട്ടിൽസൊക്കെ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ക്യാപ്പും ഹാറ്റും ഷൂസൊക്കെ അങ്ങനത്തെ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ നമ്മളതൊക്കെ എടുക്കുകയാണ്. ഒന്നും കാണുന്നില്ല. ജാട ജാട ഞാനിവിടെ ഒരു ഹെൽപ്പറായി നിൽക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരു ഹെൽപ്പറായി മാറിയിരിക്കുകയാണ് ഗൈസ്. ബാക്കിൽ എന്താ വരും? എവിടെ എന്താ ബാക്കിൽ എന്താ വരും? ഞാൻ ഇവിടെ ഒരു ഹെൽപ്പറായി നിൽക്കുകയാണ് ഗൈസ്. ഒരു ബാഗും ഉണ്ട് ബാക്കിൽ. ഈ ക്യാപ്പ് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, നല്ല വെയിലാണ്, നല്ല പൊരിഞ്ഞ വെയിലാണ്. അപ്പം ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി ഇട്ടതാണ്. ഇവിടെ 1 പോസ്റ്റാണ്, ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായി വന്നതാണ് ഞാൻ ഗൈസ്. അതിനു വേണ്ടി മാത്രം വന്നതാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്നാണ് എനിക്കറിയില്ല. ഫുള്ള് കാൻഡിഡ് പിക്കാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എടുത്തോന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫറിനോട് പറഞ്ഞിട്ടൊക്കെ എടുക്കുന്നവർ. ഹലോ, ഒരു ഹാർഡ് വർക്കിംഗ് അയാളുടെ തല കൊള്ളുന്നില്ല. ഇതെടുത്തില്ലേ? ഹലോ ഹലോ, തിരിഞ്ഞു നിൽക്കൂ. അല്ല, ബീച്ചിലെ ഫോട്ടോ തിരിഞ്ഞു ഫോട്ടോ എടുത്തില്ലേ? ബീച്ചിൽ അപ്പൊ പിന്നെ കുഴപ്പമില്ല.